വെൽക്കം ടു ഡേ 5 ഓഫ് മൈൻഡ് റീസെറ്റ് ചാലഞ്ച്. നമ്മുടെ ഡ്രീംസിനെ, നമ്മുടെ ഗോൾസിനെ ഒക്കെ റിയാലിറ്റി ആയിട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് കോൾഡ് വിഷ്വലൈസേഷൻ. എന്താണ് വിഷ്വലൈസേഷൻ? നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതിനെ ഒരു മെൻ്റൽ പിക്ചറായിട്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഡേ ഡ്രീമിംഗ് അല്ല, പക്ഷേ എന്താണോ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ളത് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും, ആ ഫീലിങ്ങോടുകൂടി വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മളൊരു മൂവി കാണുന്നത് പോലെ നമ്മുടെ മനസ്സിൽ അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് വിഷ്വലൈസേഷൻ ആകുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നത്, നല്ലൊരു വീട് പണിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ പറ്റുന്നത്, ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിന് അത് നോർമലൈസ് ചെയ്യും. കാരണം ബ്രെയിൻ ക്യാൻ നെവർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി. ഇതിനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ ഒരു നല്ല പഴുത്ത നാരങ്ങ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ നാരങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് അതിലെ ഒരു മുറിയെടുത്ത് ഞാനിങ്ങനെ നാവിലേക്ക് വെച്ച് പതിയെ സ്ക്വീസ് ചെയ്യുന്നു. അതിലെ ഓരോ ഡ്രോപ്പും എൻ്റെ നാവിലേക്ക് വീഴുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എന്നെ കാണുന്ന എല്ലാവരും ഇപ്പം നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുളിരസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതെന്തുകൊണ്ടാണ്? ബ്രെയിനിന് ഇത് ഇമാജിനേഷൻ ആണെന്നും അല്ലെങ്കിൽ ഇത് റിയാലിറ്റി അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണ്. എന്നെ കാണുന്ന ആരുടെ കയ്യിലും നാരങ്ങ കയ്യിലില്ല, ബട്ട് യു ആർ ഏബിൾ ടു ഇമാജിൻ ദാറ്റ്, ആൻഡ് ദാറ്റ് ഇമാജിനേഷൻ ക്രിയേറ്റഡ് certain feeling in your body, and this is exactly what visualization will help you with. വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കം ഉണർന്നു വരുന്ന ആ സമയത്തും അതോടൊപ്പം തന്നെ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന ആ സമയത്തും നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി, അത് ലഭിച്ചതിനെ പറ്റി നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. ഇന്നു മുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള മെൻ്റൽ ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാ, സ്റ്റാർട്ട് ചെയ്യുമല്ലേ?